ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇത് നമുക്ക് കുടപ്പുളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ഇവിടെ വീട്ടിലുണ്ടായ കുടപ്പുളി കേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? നമ്മുടെ കുടപ്പുളി ഞാൻ കണലിലിട്ട് ചുട്ടെടുത്ത് കഴിയതാണ് കേട്ടാ. 3 എടുത്തിട്ടുണ്ട്. കുടപ്പുളിയുടെ കുഴി നമുക്ക് മാറ്റാം. ഇങ്ങനെ കുടപ്പുളി ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് ചുട്ടെടുക്കണം. അത് നല്ലതാണ്, അതിന് നല്ല ടേസ്റ്റ് വരാം. കുടപ്പുളി വളരെ നല്ലതാണ് നമ്മുടെ വയറിനും വയറുവേദനയ്ക്കും ഒക്കെ ഉണ്ടെങ്കിൽ കുടപ്പുളി ഇതുപോലെ ചുട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വളരെ നല്ലതാണ്. അതിലേക്ക് ആവശ്യമായ മുളക് ഒരു 6-7 മുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് മുളക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതോടുകൂടി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ഒന്ന് വറുത്ത് പോരാം. വെളുത്തുള്ളി ഇടാം, വെളുത്തുള്ളിയും വേപ്പിലും ഇടാം. ഉള്ളി ഒന്ന് നിറം മാറണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പ് ഇടുന്നത്, എന്നിട്ട് എളുപ്പമായിലിടാം. നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നിറം മാറി, ഈ നിറം മതി കേട്ടാ. ഇത് ഇങ്ങനെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ഓർമ്മയിലാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം, ചൂടാറിയിട്ട് അരയ്ക്കാം. നേരത്തെ നമ്മൾ വാട്ടിയ കുടപ്പുളി ചമ്മന്തിക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ കുടപ്പുളി ചമ്മന്തി റെഡിയായിട്ടാ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കുടപ്പുളി ചമ്മന്തി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, വയറിനും നല്ലതാണ്. മഴക്കാലത്തൊക്കെ നമുക്ക് വയറുപോലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.